ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പഠിക്കുന്ന സമയത്ത് വിചാരിക്കും എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞ് കുറേ പൈസ ഉണ്ടാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ട്രിപ്പൊക്കെ പോകണം. പക്ഷേ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അറിയാം ലീവ് കിട്ടാനുള്ള പാട്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡും കൂടെ ആകുമ്പോൾ പറയണ്ട. അങ്ങനെ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിനും കാത്തിരിപ്പിനും ശേഷം ഫൈനലി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അതെ, നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂർ നമുക്ക് ഏറ്റവും അടുത്ത് പോയി വരാൻ പറ്റിയ സ്ഥലമായതുകൊണ്ടാണ് വയനാട് ചൂസ് ചെയ്തത്. അപ്പോൾ അഞ്ജുവും സോനയും ഞാനും കൂടെയാണ് പോകുന്നത്. ഇതാണ് കേട്ടോ മാനന്തവാടി ബസ് സ്റ്റാൻഡ്. നമ്മൾ കയറിയ ബസ് തെറ്റിപ്പോയി. മാനന്തവാടിയിൽ നിന്ന് നമ്മൾ പുൽപ്പള്ളി ബസ്സിൽ കയറി. പക്ഷെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ആ ബസ് നിർത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഏതോ ഒരു വഴിക്ക് ഇറങ്ങി. അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങിയ സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരു ജ്യൂസും കുടിച്ച് പോകാമെന്ന് കരുതി. മാനന്തവാടിയിൽ നിന്ന് ഒരു അരമണിക്കൂർ കൂടെ ദൂരമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സോ നമ്മളിപ്പോൾ വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തി പാക്കം വഴി പോകുന്ന KSRTCയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അഞ്ജും സോനയും അവിടെ ഉണ്ട്. ആരും ടയേർഡൊന്നുമല്ല, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഈ മിസ്റ്റി നൈറ്റ് ജംഗിൾ സൈഡ് റിസോർട്ടിലെത്തി. പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത്. കൊണ്ടുപോകാൻ അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്യുന്നതല്ലാതെ ഇവിടെ ഇങ്ങനെ എത്താൻ പറ്റുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. അതിലൊരുപാട് സന്തോഷം തോന്നി. അപ്പോഴത്തെ ഇതാണ് നമ്മുടെ റൂം. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മിസ്റ്റി നൈറ്റ് ജംഗിൾ റിസോർട്ട് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി റൂംസ് അവൈലബിൾ ആണ്. അതിന് ഓരോന്നിനും ഇവർ യൂണീക്ക് ആയിട്ടുള്ള പേര് ഇട്ടിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ പേര് കബനി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ 3 പേരാണ് ഇവിടെ സ്റ്റേ. നല്ല രസമുണ്ട്. ഒരു നല്ല റിലാക്സേഷന് പറ്റിയ ഒരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തണുപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ ഇവിടെ ഇതുപോലത്തെ ഒരു സോഫ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്. പിന്നെ ഈ കട്ടൻ ഇങ്ങനെ നീക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ചിലപ്പോൾ നമുക്ക് വൈൽഡ് ആനിമൽസിലേക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ വന്നതേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആവട്ടെ. അതുകഴിഞ്ഞ് നമുക്ക് പൂളിലൊക്കെ പോകാനുണ്ട്. ബൈ. ഇപ്പോൾ രാത്രി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഫാം മന്തിയും പിന്നെ ലൈം ടീയും ലൈം ജ്യൂസുമാണ് ഓർഡർ ചെയ്തത്. ഏകദേശം ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള അത്രയും റൈസും വലിയ 3 പീസ് ചിക്കനും വരും. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം നമ്മൾ കഴിച്ചു. ഈ റൈസൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ടി വന്നതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും കഴിക്കാൻ പറ്റില്ലായിരുന്നു. നല്ല അൽഫാമായിരുന്നു. അതുപോലെ റൈസ് ആണെങ്കിലും മയോണൈസ് ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ ഉറങ്ങി. നല്ല ടയേർഡായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:30 മണി കഴിഞ്ഞു. നമ്മൾ എഴുന്നേറ്റേ ഉള്ളൂ ജസ്റ്റ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് നടക്കാനിറങ്ങി. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഗൈഡിനെയും കൂടെ കൂട്ടി. അജിത്ത് എന്നായിരുന്നു ആ ചേട്ടൻ്റെ പേര്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ആൾ വന്ന അന്ന് മുതൽ നമ്മളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കാടൊക്കെ നടന്ന് കയറി ലാസ്റ്റ് ഈ ഒരു റിവറിൻ്റെ അടുത്തെത്തി. ഞങ്ങളിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രൈബൽ ഏരിയയിലേക്ക് കൂടെയാണ്. ഇവിടെ വീടും അതുപോലെ ആൾക്കാരും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. കൃഷി ചെയ്തും കാട്ടിൽ നിന്ന് വിറകൊക്കെ കൊണ്ടുവന്നും തേൻ ശേഖരിച്ചൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സമ്മതത്തോടു കൂടി ഒരു ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റി. വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം കുറേ ചിതൽപുറ്റുണ്ടായെന്നാണ് അവർ പറയുന്നത്. പിന്നെ കിട്ടിയിട്ടില്ല. ആണോ? ഉണ്ടായതാ? താനേ ഉണ്ടായതാ? താനേ ഉണ്ടാകുന്നത്. ഇതിലില്ല. ഇപ്പോൾ എല്ലാം മൊത്തം ഇവിടെ ഇല്ല അല്ലേ? ഗൈസ്, അമൃത വരുന്ന വഴിക്ക് അമൃതയ്ക്ക് ആക്സിഡന്റ് ആയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നടക്കുന്നുണ്ട്. പിന്നെ ആ ചെളിയൊക്കെ കഴുകി കളഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂളിൽ ഇറങ്ങി. പിന്നെ ഒരു 2 മണിക്കൂറോളം നമ്മൾ പൂളിൽ തന്നെയായിരുന്നു. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കുറേ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല റിലാക്സ്ഡായി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ്? നല്ല ട്രിപ്പായിരുന്നു. എൻജോയ് ചെയ്തു. കുറേ
നല്ലൊരു റിലാക്സേഷൻ. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഒരു വീട്ടിലെ ഊണായിരുന്നു, നല്ല ഫുഡായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ വള്ളിയൂർക്കാവിലേക്ക് ബസ് കയറി. വയനാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് വള്ളിയൂർക്കാവിലെ ഉത്സവം. ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ കണ്ണൂരേക്ക് വന്നു. അങ്ങനെ എല്ലാവരും 3 വഴിക്കായി. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്, ഒന്നും മാറിയിട്ടില്ലെന്ന് തോന്നാനും ചെറുതായി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും.